ഹായ്, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ NPD നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ മാനിപ്പുലേറ്റീവ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നുണകൾ പറഞ്ഞ് അത് സത്യമാണെന്ന് ചുറ്റുമുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയും അവരുടെ എമ്പതിയും സിമ്പതിയൊക്കെ നേടി യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ആളെ കൂടുതൽ പീഡിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, മാനസികമായിട്ട് തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു പീഡനം അനുഭവിക്കുന്ന ആളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഈ പീഡനം അനുഭവിക്കുന്ന ആളുകൾ ഇവരുടെ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ കൊണ്ട് തന്നെ വാക്കിംഗ് ഓൺ ദി എഗ്ഷെൽസ് എന്ന് പറഞ്ഞ ഒരവസ്ഥ, വാക്കിംഗ് ഓൺ ദി എഗ്ഷെൽസ് എന്ന് പറഞ്ഞാൽ മുട്ടത്തോടിന് മീതെ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതായത് പേടിച്ച് 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 ആങ്സൈറ്റിയിൽ ജീവിക്കേണ്ടി വരുന്ന, ഫിയറിലും ആങ്സൈറ്റി ഭയത്തിലും ഉത്കണ്ഠയിലും ജീവിക്കേണ്ട അവസ്ഥ. കാരണം ഇവർ പല പല നുണകൾ പറയുകയും ചുറ്റുമുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം പോലെ വർഷത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ഇവരെടുത്തു കഴിഞ്ഞാൽ അവരാണ് എല്ലാം ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞ് ഫലിപ്പിക്കുകയും അവർ എക്സോസ്റ്റഡ് ആയെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യും. ബാക്കി 364 ദിവസവും യഥാർത്ഥത്തിൽ ഇതേ എക്സ്പെൻസ് എടുത്തത് അനുഭവിക്കുന്ന വ്യക്തിമായ വ്യക്തിയായിരിക്കും. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനോ ഡോക്ടറിനോ ആണ് ഇത് മനസ്സിലാവുക. സാധാരണക്കാരായ ആളുകൾ ഇവരുടെ സ്കില്ല്, ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്കില്ലിൽ വീണ് പോയി എമ്പതിയിലും സിമ്പതിയിലും വീണ് പോകും. അതിൽ ഇവർ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഇവിടെ എന്നെ ഭക്ഷണം തരുന്നില്ല, എന്നെ ഒന്നും ട്രീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പോയി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ പുറകെ 10, 20, 30 പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുറകെ നടക്കുമ്പോഴും ഇവർ അബ്യൂസീവ് വാക്കുകൾ ഉപയോഗിച്ച് ഇൻസൾട്ട് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ടാവും. ബാക്കി 364 ദിവസവും എന്താണ് സംഭവിക്കുന്നത് കഥ പറയാതെ ഏതെങ്കിലും ഒരു ദിവസം പർപ്പസ്ഫുള്ളി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത പല കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഇവർ പുറം ലോകത്തോട് സംസാരിക്കുന്നത്. പക്ഷേ ഇവർക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ സപ്പോർട്ട്, ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സിമ്പതി, എമ്പതിയൊക്കെ ഇവർക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പക്ഷേ വളരെ ശ്രദ്ധയോടെയും വളരെ ക്ഷമയോടെയും ഈ കാര്യങ്ങൾ, അതായത് ഈ ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണാനുള്ള ആ ഒരു സ്കില്ലുള്ള ആളുകൾ, ഒരു സാധാരണ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ സർക്കിളിൽ ഉണ്ടെങ്കിൽ അവർക്ക് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാവും. അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറോ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോൾ ആ ഒരു സത്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ബിഹേവിയർ ട്രെയ്റ്റ് ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അനുഭവിക്കുന്ന ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം ഭയത്തിലും ഉത്കണ്ഠയിലും ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത്, യഥാർത്ഥത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടത് നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റമാണ്. അതായത് സത്യം അറിയുന്ന, കേൾക്കാൻ ക്ഷമയുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ക്ഷമയും കഴിവൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഈ യഥാർത്ഥത്തിൽ NPDയുടെ ഇരയാവുന്ന ആളുകൾക്ക് വേണ്ടത്. കാരണം അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഫുൾ ഓഫ് ഫിയർ ആൻഡ് ആങ്സൈറ്റി തന്നെയായിരിക്കും പെർസിസ്റ്റൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക.